ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ലാവണ്യ ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർട്ടൂൺ ബേബി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശ്വിൻ വന്നിട്ട് ഇനി ഈ കാർട്ടൂൺ ബേബി എന്നുള്ളൊരു വാക്ക് ഇവിടെ മിണ്ടിപ്പോകരുത്. ആ കുട്ടിക്കൊരു പേരുണ്ട്, ശ്രുതി. അതുമാത്രം ആ കുട്ടിയെ വിളിച്ചാൽ മതി. ഇവിടെ എല്ലാവരും അങ്ങനെ വിളിച്ചാൽ മതി. പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ കയറിപ്പോവുകയാണ്. അപ്പം അശ്വിൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യ ആകെ ഇൻസൾട്ട് ആയ പോലെ ആയി പോവുകയാണ്. അതിനുശേഷം അവിടെ ഒളിഞ്ഞിരുന്ന വെച്ചാൽ ആ രണ്ടുപേരും ഓടി വന്നിട്ട്, ലാവണ്യെ എന്താണ് സാറ് പറഞ്ഞത്? ആ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞല്ലോ, ഇനി കാർട്ടൂൺ ബേബി ഒന്ന് വിളിക്കാൻ പാടില്ല, ശ്രുതി എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് ഭയങ്കര വല്ലാത്തൊരു മോശമായി പോയല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യക്ക് കാലി വരികയാണ്. അപ്പോൾ ലാവണ്യാണെങ്കിൽ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട്, ഭയങ്കരമായിട്ടും ദേഷ്യം സഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി വരുന്നത്. ശ്രുതി ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ വരികയാണ്, രണ്ടും കൽപ്പിച്ച്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ച് ഈ രാജിക്കത്തും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി വരണമെന്ന് തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ. ഇപ്പം അങ്ങനെ ശ്രുതി അങ്ങോട്ട് കയറി വരികയാണ്. ശ്രുതി അങ്ങോട്ട് കയറി വന്ന് നേരെ അവിടെ നിൽക്കുകയാണ്. ഓഫീസിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പല കാര്യങ്ങളും, ഓഫീസിൽ വെച്ച് നടന്ന കാര്യങ്ങളും മുഴുവൻ ആലോചിക്കുകയാണ്. അന്ന് ഈ അശ്വിനെ ആദ്യമായിട്ട് കണ്ടതും, അതിനുശേഷം മഴയത്ത് പേടിച്ച് വരച്ച് അശ്വിനെ കെട്ടിപ്പിടിച്ചതും, പിന്നെ ആ ഒടിഞ്ഞ കെട്ടിടത്തിൽ സംഭവിച്ചതും, അങ്ങനെതായ ചില കാര്യങ്ങളെല്ലാം ശ്രുതി അവിടെ ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മുടെ അശ്വിനി കേബിളിൽ ഇരിക്കുകയാണ്. എല്ലാം ഒതുക്കിപ്പെറുക്കി അങ്ങനെ വെച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അശ്വിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് ഈ മനോരമയുടെ കോളായിരുന്നു. ഹലോ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോനെ അശ്വിനെ, ഇവിടെ ഒരു സംഭവം ഉണ്ടായടാ. സംഭവമോ? എന്ത് സംഭവം? അഞ്ജലി എന്താ ചേച്ചിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അഞ്ജലി കുഞ്ഞെ തല കറങ്ങി വീണു പെട്ടെന്ന്. ഞാൻ വാട്ടറൊക്കെ സ്പ്രേ ചെയ്തു, എന്നിട്ട് കണ്ണ് തുറക്കുന്നില്ല, ഡെഡായെന്നാണ് തോന്നുന്നത്. ഈ മനോരമ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ പറയണം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാകെ പേടി തോന്നി. അപ്പോൾ അശ്വിനാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് വരാം. അതേ മോനെ, നീ എത്രയും പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാണെങ്കിൽ ലാവണ്യയുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. നീ എന്താണ് ഇവിടെ? കാർട്ടൂൺ ബേബി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളിയാക്കുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് മാഡം സാറെ കാണണം, അശ്വിൻ സാറെ കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്താ നീ പറഞ്ഞത്? അശ്വിൻ സാറ് നിനക്ക് കാണണമെന്നോ? അതെ, കാണണം. നീ എന്തിനാണാവോ അശ്വിൻ സാറെ കാണുന്നത്? മേഡം അത് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ കമ്പനിയിൽ ഒരു നിയമമുണ്ട്, ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനായിട്ട് പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇനി മേഡത്തിന് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, എനിക്ക് സാറെ കാണണമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തന്നെ ലാവണ്യയുടെ കൂട്ടുകാരെയും കൂടി എല്ലാവരും കൂടി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവളെന്താണ് ഈ പറയുന്നത്? അപ്പോൾ നിനക്ക് സാറെ കണ്ടിട്ട് എന്താണാവോ? മറ്റുള്ളവർ ചോദിക്കുകയാണ്, എന്താ നീ ജോലി രാജിവെക്കാനായിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ ജോലി രാജിവെക്കാനായിട്ട് പോവുകയാണ്. ഇത് കേട്ടതും ബാക്കി രണ്ട് പെണ്ണുങ്ങൾക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ലാവണ്യക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പം ലാവണ്യ ചോദിക്കുകയാണ്, അല്ല അപ്പം നിൻ്റെ എഗ്രിമെൻറ്റോ? നീ കോൺട്രാക്ടറിൽ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ നീ അപ്പോൾ സാറിൻ്റെ മുന്നിൽ തോറ്റുപോയല്ലേ? അപ്പം നീ തോൽവി സമ്മതിച്ചല്ലേ ശ്രുതി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി തോൽവി സമ്മതിക്കുമെന്നോ? ഒരിക്കലുമില്ല. ഈ ശ്രുതി ഒരു കാര്യം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. പക്ഷേ ഒരു കമ്പനിയിലേക്ക് കയറി വരുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയും ജോലി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയും തന്നെയാണ്. പക്ഷേ ഈ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ അങ്ങനൊരു ചിന്താഗതി എനിക്കിപ്പോൾ ഇല്ല. കാരണം ഇവിടെ ഓരോ വേഷം കെട്ടിനാണല്ലോ പ്രാധാന്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടി നീ എന്താ പറഞ്ഞു വരുന്നത്? അതെ, അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളെ തന്നെ. മേഡം ഒന്ന് ആലോചിച്ച് നോക്ക്. മേഡത്തിൻ്റെ താലി ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ ഈ വേഷം കെട്ടുമായിട്ടും നടക്കുന്നത്. കല്യാണം കഴിച്ചാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഡത്തിന് ഡിമാൻഡ് പോകുമല്ലേ? അതായിരിക്കും ഈ ലാവണ്യ മേഡത്തെ പോലെ വേഷം കെട്ടി നടക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യക്കായ കാലി വരികയാണ്. മേഡം, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എവിടെ?
സാർ എവിടെ? സാറിൻ്റെ മുന്നിൽ എനിക്ക് രാജിക്കത്ത് കൊടുക്കണമെന്നും പറയാണ്. നീ ആ കത്ത് ഇങ്ങോട്ട് തന്നേര്, ഞാൻ സാറിന് കൊടുത്തോളാം. ഞാൻ സാറിനെ കാണാൻ വന്നതെങ്കിൽ സാറെ കണ്ടിട്ടേ പോവുള്ളൂ. മേഡോ ഞാനും തമ്മിലല്ലല്ലോ കോൺട്രാക്റ്റ്, അതുകൊണ്ട് ഞാൻ സാറെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ശ്രുതി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ആ ഒരു ഗംഭീരവും ആ വർത്തമാനമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ അന്തിച്ചൊരവസ്ഥയിൽ. പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ്. അപ്പോൾ അഞ്ജലിയാണെങ്കിൽ ഇപ്പോൾ ബോധമൊക്കെ വന്നതിന് ശേഷം ഡോക്ടറൊക്കെ നോക്കുകയാണ്. അപ്പോൾ മനോരമ ചോദിക്കാൻ, ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് തലറങ്ങി വീണതാണ്. പിന്നെ ആൾ അനീമിക്കാണ്. ഈ വ്രതവും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം സ്വന്തം ശരീരം നോക്കണം, അതിനുശേഷം വേണം വ്രതവും കാര്യമൊക്കെ എടുത്ത് നോക്കാനായിട്ട്. ശരി, എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒന്ന് പോവുകയാണ്. അപ്പോൾ അഞ്ജലിയെ ചാരിയെടുത്തുകയാണ്. അപ്പോൾ അശ്വിൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അശ്വിൻ കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്താ ചേച്ചി എന്താണ് ഈ കാണിച്ചു വിടുന്നത്? ഇതേ ഡോക്ടറിനെ പറഞ്ഞു കേട്ടില്ലേ, വ്രതവും കാര്യങ്ങളെല്ലാം എടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ശരീരം നോക്ക്, എന്നിട്ടാവും വ്രതവും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് പറയുകയാണ്. അങ്ങനെ ഈ അഞ്ജലിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അഞ്ജലി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ചേച്ചി, എനിക്ക് ഏറ്റവും വലുത് ചേച്ചിയുടെ ആരോഗ്യമാണ്, അതുകൊണ്ട് ചേച്ചി ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ, ചേച്ചി കഴിച്ചണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ പറയുകയാണ്. അപ്പോൾ അശ്വിൻ്റെ നിർബന്ധം എല്ലാവരും കൂടി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗ്ലാസ് പാല് കുടിക്കുകയാണ് നമ്മുടെ അഞ്ജലി. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ നേരെ അഞ്ജലി എടുത്തിരുന്നിട്ട്, എന്താ ചേച്ചി ഇത്, ആരോഗ്യമൊക്കെ ശരിക്കും നോക്കണ്ടേ ചേച്ചി, എന്തിനാണ് ഇങ്ങനെയൊക്കെ വ്രതമൊക്കെ എടുത്ത് നടക്കുന്നത്, അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ചേച്ചി ഇല്ലാതെ എനിക്ക് ആരാ ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സെൻറ്റിമെൻ്റലായിട്ട് കുറേ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ മനോരമയും മനോരമയുടെ ഭർത്താവും കൂടി ആ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവാണെങ്കിൽ എന്തൊക്കെയോ ഫയലുകളെല്ലാം നോക്കുകയാണ്. ആ സമയത്ത് മനോരമ, അല്ല ഇതൊക്കെ വല്ലതും കാണുന്നുണ്ട്, ഇവിടെ എന്താ നടക്കുന്നത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്ത് നടക്കുന്നു, ഇപ്പം എപ്പോഴും നടക്കാവുന്ന കാര്യങ്ങളല്ലേ, ഞാൻ ഈ ഫയൽ നോക്കിക്കൊണ്ടിരിക്കില്ലേ. അതല്ല ഞാൻ പറഞ്ഞത് ഇന്ന് അഞ്ജലി തലകറങ്ങി വീഴില്ല, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിലിപ്പോൾ എന്താ പറയാനുള്ളത്? അല്ല, അഞ്ജലിക്ക് ഇത്രയും വയ്യാതെയായി, എന്നിട്ട് അഞ്ജലിയുടെ ഭർത്താവ് ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്തു, എന്നിട്ട് സുഖമായോ എങ്ങനെയായി എന്ന് ചോദിച്ചു ഒരു കോള് ചെയ്തോ? അതിനിപ്പോൾ എന്താ ചെയ്തില്ലെന്ന് വിചാരിച്ച് അത് നീ ഇപ്പം എന്തിനിങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ നിൽക്കുന്നത്? ആഹാ, അത് കൊള്ളാലോ, ഇതിൽ സംതിങ് റോങ് എന്താ ഉള്ളതില്ലേ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അതെ, ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും കുറ്റമാണല്ലോ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. എൻ്റെ അതിയായ സംശയം ഈ അഞ്ജലിയുടെ ഭർത്താവിന് അവിടെ അവിഹിതമുണ്ടോ എന്നാണ് സംശയം. നീ ഒന്ന് പതുക്കെ പറ, ഇതൊക്കെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. അവളുടെ അവിഹിതം, ആ നല്ലൊരു ചെറുപ്പക്കാരനാണ്, എന്തെങ്കിലും ജോലി തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ ചെയ്യാതെ പോയത്, നീ ഒന്ന് മിണ്ടാതിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ എണീറ്റ് പോവുകയാണ്. പറഞ്ഞോ എന്നെ കുറ്റപ്പെടുത്താൻ സംസാരിച്ചോ, ഇതൊക്കെ എനിക്ക് കിട്ടണം, നിങ്ങൾ ഞാൻ 2 പീസാക്കുമെന്നും പറഞ്ഞുകൊണ്ട് മനോരമ അവിടെ കിടന്ന് കുണുകൂടാന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് അശ്വിൻ്റെ അടുത്തേക്ക് നേരെ അഞ്ജലി വരികയാണ്. അപ്പം അഞ്ജലി ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ, നീ ഇപ്പോൾ വല്ലാതെ മാറിയിരിക്കുന്നു കുഞ്ഞാ, നീ ഇപ്പോൾ മുത്തശ്ശിയോടും ഷൗട്ടായിട്ടാണ് സംസാരിക്കുന്നത്, അങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് പാടില്ല, മുത്തശ്ശി പറയുന്നതിലും കാര്യമില്ലേ, ഒരു കല്യാണമൊക്കെ വേണ്ടേ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും അമ്മയും അച്ഛനും ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഞ്ജലി ഭയങ്കര കരയുന്നു. അപ്പോൾ അഞ്ജലി കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാണെങ്കിൽ, എന്താ ചേച്ചി ഇത്, എന്തിനാ ചേച്ചി കരയുന്നത്? ചേച്ചി പറഞ്ഞ സത്യം തന്നെയാണ്, അച്ഛനും അമ്മയും ഇല്ലാത്തത് അതൊരു കുറവ് തന്നെയാണ്. പക്ഷേ സത്യം പറയട്ടെ, ആ കുറവ് ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ ചേച്ചി അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്, അവർ ലാളനെ തന്നിട്ടുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് അതൊക്കെ കിടന്ന് അനുഭവിക്കുന്നത്? ചേച്ചി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ചേച്ചി കൂടുതൽ ടെൻഷനാവാൻ നിൽക്കരുത്. എനിക്കറിയാം ഇപ്പം ചേച്ചി എന്താണ് സങ്കടപ്പെടാനുള്ള കാരണമെന്ന്. അളിയൻ വിളിച്ചില്ലല്ലേ? ശരി, ഒരു കാര്യം ചെയ്യാം, അളിയനെ ഞാൻ വിളിക്കാം, എന്നിട്ട് അളിയനോട് ഇപ്പം തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് പറയാം. അയ്യോ വേണ്ട കുഞ്ഞാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇനി പോയാൽ മതി, തിരക്കൊക്കെ കഴിച്ചാൽ മതി, ഞാൻ ഏതായാലും വിളിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് അങ്ങനെ നേരെ പോവുകയാണ്. അപ്പോഴാണ് സെക്യൂരിറ്റിയുടെ കോള് നമ്മുടെ അശ്വിൻ്റെ ഫോണിലേക്ക് വരുന്നത്. എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സാറിൻ്റെ ഓഫീസിൽ നിന്ന് ശ്രുതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ശരി, വരാനായിട്ട് പറയൂ. അങ്ങനെ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നേരെ അശ്വിൻ്റെ മുന്നിലേക്ക്
ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് അശ്വിൻ്റെ മുന്നിൽ ഈ ശ്രുതി നിൽക്കുന്നത്. എന്താ ശ്രുതി മേഡം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അല്ല, ശ്രുതി മേഡത്തിന് സുഖം തന്നെയല്ലേ? ഇത് കേട്ട ശ്രുതിക്കാകെ കാലി വന്നിട്ട്, ആഹാ കൊള്ളാലോ സാറേ, ഇന്നലെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു അല്ലേ? ഇങ്ങനെ പറയാൻ സാറിന് മാത്രമേ പറ്റുള്ളൂ. ഒരു പെൺകുട്ടിയെ, അതായത് ഓഫീസ് സ്റ്റാഫിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ വിട്ടിട്ട് അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് ഭാഗ്യത്തിന് അവളെ രക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്പം ചോദിക്കുന്നു സുഖമല്ല എന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, നിങ്ങൾക്ക് മാത്രം. നന്നായിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ ദുഷ്ടത്തരമായിട്ട് ചിന്തിക്കാൻ നിങ്ങളെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനി കലി വരികയാണ്. ദേ മിണ്ടിപ്പോകുന്നേ, നിർത്ത് സാറേ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഒന്ന് പറയട്ടെ, അതിനുശേഷമാകാം ബാക്കിയെല്ലാ കാര്യം. ഇനി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് സാറിനറിയണ്ടേ? അറിയണമല്ലോ. ഏതായാലും എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുകയാണ്, ഒരു ലെറ്റർ എടുക്കുകയാണ്. ലെറ്റർ എടുത്തിട്ട് അശ്വിൻ്റെ നേരെ നീട്ടിയിട്ട്, ദേ ഇതാണ് എൻ്റെ രാജിക്കത്ത്, എനിക്ക് ഈ ജോലി വേണ്ട എന്നും പറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി ഈ ജോലിയിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ്റെ കണ്ണുകൾ നിറയുകയാണ്. അശ്വിനെ ആകെ ടെൻഷനായിപ്പോയി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.